ദ്രോണന് മാത്രമല്ല പാഞ്ചാല മഹാരാജാവിനും വളരെ സന്തോഷമായി. എന്താ പാഞ്ചാല മഹാരാജാവിന് സന്തോഷം ഉണ്ടാകുന്ന കാരണം ആണെങ്കിൽ ആ ദ്രോണൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അർജുനൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ആ ദ്രോണൻ തന്നെ തലയ്ക്ക് ചവിട്ടിയേനെ, താൻ അപമാനിതനായേനെ. അപ്പം അതിൽ തന്നെ രക്ഷിച്ചില്ലേ അപമാനത്തിൽ നിന്ന്. അന്ന് മനസ്സിൽ തോന്നിയതാണ് പാഞ്ചാല മഹാരാജാവിന് എന്ത് അർജുനെ തൻ്റെ പുത്രനായി കിട്ടിയാൽ കൊള്ളാം എന്നൊരാഗ്രഹം. ആ ദ്രോണൻ പാഞ്ചാലനെ അപമാനിക്കാൻ പുറപ്പെട്ട അന്ന് തോന്നിയതാണ്. ഇനിയിപ്പോൾ എങ്ങനെയാ അർജുൻ്റെ ജന്മം കഴിഞ്ഞില്ലേ ഇവിടെ, പിന്നെ എങ്ങനെയാ പുത്രനായിട്ട് കണക്കാക്കുക? ജന്മം കഴിഞ്ഞ ഒരാളെ പുത്രനായിട്ട് കണക്കാക്കാൻ പറ്റുമോ? വേണ്ട. പുത്രിയുടെ ഭർത്താവിനെയും പുത്രനെ പോലെ കണക്കാക്കാന്നൊരു നിയമമുണ്ടല്ലോ, വേണമെങ്കിൽ അങ്ങനെ ആവാലോ. അതിന് വേണ്ടിയിട്ട് അർജുന് കൊടുക്കണം എന്ന് വിചാരിച്ച് ഒരു പുത്രി ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച് ആ പാഞ്ചാല മഹാരാജാവ് ഒരു യാഗം ചെയ്തു. അർജുന് കൊടുക്കാൻ വേണ്ടി പുത്രി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ യാഗം ചെയ്ത ആ യാഗകുണ്ടത്തിൽ നിന്നാണ് ഈ പാഞ്ചാലിയുടെ ജനനം. സാധാരണ പുത്രിമാരുണ്ടാവണ പോലെ അല്ല. അതിപ്പോൾ എങ്ങനെയാണെന്ന് ഇവിടെ പറയേണ്ട ആവശ്യമില്ല, അത് പറയാൻ പറ്റിയ സങ്കേതവും അല്ല. അയോനിയായിട്ടുള്ള പുത്രിയാണ്. അപ്പം പിന്നെ സൗന്ദര്യത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല അല്ലേ? എന്താ അത് യാഗകുണ്ടെന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും ഇങ്ങനെ കത്തിക്കരിഞ്ഞ് ജ്വാലാമാലയോട് കൂടി കറുത്തിങ്ങനെ ഇരുന്നിരിക്കണതാവും യാഗകുണ്ടം അല്ലേ? അതിൽ നിന്നാണ് പാഞ്ചാലി ഉണ്ടായെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ കറുത്ത് ഒരു സാധനം അല്ലേ പാഞ്ചാലി? അങ്ങനെയല്ലേ? അതല്ല, അതിസുന്ദരിയായിട്ടുള്ള കന്യകയാണ് പാഞ്ചാലി, ദിവ്യ കന്യകയാണ്. ആ പാഞ്ചാലിയുടെ യാഗകുണ്ടത്തിൽ ഉണ്ടാവുകൊണ്ടാണ് പാഞ്ചാലിക്ക് യാജ്ഞസേനി എന്നൊരു പേരും കൂടി ഉണ്ട്. അങ്ങനെ ഒരു പേരുണ്ടായത് ഈ യാഗകുണ്ടത്തിൽ നിന്ന് ഉണ്ടാവുകൊണ്ടാണ്. ആ പാഞ്ചാലിയുടെ വിവാഹമാണ് ഇവിടെ വീരപരീക്ഷയായിട്ട് നിശ്ചയിച്ചു എന്ന് പറയേണ്ടായത്. യാഗകുണ്ടത്തിൽ നിന്നാണ് അർജുന് കൊടുക്കാൻ വേണ്ടി ഉണ്ടായെന്നല്ലേ പറഞ്ഞത് പാഞ്ചാലി. എന്നാൽ അർജുനോട് കൊടുത്താൽ പോരെ? നീ എന്തിനാണ് പരീക്ഷയൊക്കെ നടത്തണത്? പരീക്ഷ നടത്തേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. പക്ഷേ പാണ്ഡവന്മാരെല്ലാവരെയും ദുര്യോധനാദികൾ അരക്കില്ലത്തിലിട്ട് ചുട്ടുകൊന്നു എന്ന് ലോകപ്രസിദ്ധമായി. ലോകത്തിലുള്ള എല്ലാവരും പറഞ്ഞു പാണ്ഡവന്മാരെ ചുട്ടുകൊന്നു എന്ന്. എന്താ പറയണ്ടായപ്പോൾ? ചുട്ടുകൊല്ലേ. അങ്ങനെയുള്ള സ്വതേ പതിവ്. ഒന്ന് കഴിഞ്ഞിട്ടല്ലേ ചുടാറ് പതിവ്. ഇപ്പം അങ്ങനെയല്ല, ആദ്യം ചുടൽ കഴിക്കുന്നുണ്ടാ കൊല്ലല്ല, അതുകൊണ്ടാ ചുട്ടുകൊന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പാണ്ഡവന്മാരുടെ കൂട്ടത്തിൽ പെട്ടതാണല്ലോ അർജുനനും. അത് പാഞ്ചാല മഹാരാജാവ് കേട്ട സമയത്ത് വളരെ വിഷമം തോന്നി. കഷ്ടേ, അർജുനന് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് വളരെ വിഷമിച്ച് ഉണ്ടായതാണോ പാഞ്ചാലി. അപ്പം അർജുനന് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഉണ്ടായില്ലോ എന്ന് ആലോചിച്ചപ്പോൾ വളരെ വിഷമം തോന്നി പാഞ്ചാല മഹാരാജാവിൻ്റെ മനസ്സിൽ. പക്ഷേ പാണ്ഡവന്മാർക്ക് ഒന്നും സംഭവിക്കുകയുണ്ടായില്ല. എന്താ അത്? പാണ്ഡവന്മാരെല്ലാവരും ഭഗവാൻ കൃഷ്ണൻ്റെ ഭക്തന്മാരാണ് അല്ലേ? കൃഷ്ണഭക്തന്മാർക്ക് ഒരിക്കലും നാശം ഉണ്ടാവണമെന്ന് ഒരാളും ആഗ്രഹിക്കില്ല, ഭക്തന്മാരായിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് ആ ഭഗവത് കടാക്ഷം കൊണ്ട് ആ പാണ്ഡവന്മാരെല്ലാം അരക്കലത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്നു. അന്ന് അരക്കലത്തിൽ വന്ന 5 കാട്ടാളന്മാരും അവരുടെ കുട്ടികളാണ് അരക്കലത്തിൽ നിന്ന് മരിക്കേണ്ടായത്. അത് പാഞ്ചാല മഹാരാജാവ് പറഞ്ഞുണ്ടായില്ല. അർജുനൻ മരിച്ചു എന്ന് തന്നെയാണ് പാഞ്ചാല മഹാരാജാവ് നിശ്ചയിച്ചത്. പക്ഷേ അർജുനന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, അർജുനെ പോലെ വീരനായിട്ടുള്ള ഒരാളെക്കെ തൻ്റെ പുത്രിയെ കൊടുക്കുള്ളൂ, വിവാഹം ചെയ്ത് കൊടുക്കുള്ളൂ എന്ന് അർജുനൻ പാഞ്ചാല മഹാരാജാവ് നിശ്ചയിച്ചിട്ടുണ്ടായത്. അതുകൊണ്ടാണ് വീരപരീക്ഷയായിട്ട് നിശ്ചയിച്ചത്. അതല്ലെങ്കിൽ പരീക്ഷയായിട്ട് നടത്താതെ വേറെ അല്ലെങ്കിൽ മാർഗമില്ല. എന്താ കാരണം? പാഞ്ചാലി അതിസുന്ദരിയായിട്ടുള്ള കന്യകയാണ്. ആരോടും ചോദിച്ചാൽ വീരനല്ല എന്ന് പറയുമോ? ഒരാളും പറയില്ല. അതെ, ഇവിടെ ഒരു കന്യകയുണ്ട്, ഞങ്ങളെല്ലാവരും കൂടി അങ്ങേക്ക് തന്നേക്കാന്നാണ് വെച്ചേക്കുന്നത്. അതിസുന്ദരിയായിട്ടുള്ള കന്യക പാഞ്ചാലിയാണ്. അങ്ങക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ഒരാളും വേണ്ടാന്ന് പറയില്ല, ആൾ എടുത്തോട്ടെ എന്ന് പറയില്ല. അതുകൊണ്ടാണ് വീരപരീക്ഷയായിട്ട് നിശ്ചയിച്ചത്. അങ്ങനെ വീരപരീക്ഷയായിട്ട് നിശ്ചയിച്ചു എന്ന് മാത്രമല്ല, 24 ലോകത്തിൽ ചതുസ്സാഗര പര്യന്തമായിരിക്കുന്ന ലോകത്തിൽ എവിടെയൊക്കെ രാജാക്കന്മാരുണ്ട്, രാജാക്കന്മാരെ മുഴുവൻ തൻ്റെ രാജധാനിക്ക് പാഞ്ചാല മഹാരാജാവ് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്.